everyone, welcome to Fetraco. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് വാറന്റി ഉള്ള GoPro കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഏത് രീതിയിലാണ് എനിക്കിപ്പോൾ UAE നിന്ന് ഈ സാധനം ഞാൻ മാറ്റിയെടുത്തത്, റീപ്ലേസ് ചെയ്ത് കിട്ടിയത്, ഇതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഫെട്രാക്കോ എന്ന് പറയുന്ന ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഗോപ്രോൻ്റെ എഡിഷൻ ആയിരുന്നു GoPro Hero 10 Black. അങ്ങനെ ഞാൻ അത് വളരെ എക്സൈറ്റഡോട് ഞാൻ മേടിച്ചൊരു ക്യാമറയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ക്യാമറ യൂസ് ചെയ്തിട്ട് തുടങ്ങി ഒരു 2 മാസത്തിന് ശേഷം ക്യാമറയ്ക്കകത്ത് നിന്ന് ഒരു ചെറിയൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതായത് നമ്മളിപ്പം എന്തെങ്കിലും നടന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്യാമറ നമ്മളൊന്ന് കുലുക്കി കഴിയുമ്പം ക്യാമറയ്ക്കകത്ത് നിന്ന് എന്തോ ഒരു മൂവിങ് പാർട്ട്, അതായത് ഒരു ലൂസ് പാർട്ട് ഉള്ള പോലെ നമുക്കൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പം ആദ്യമേ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ വലിയ ഒരു സീരിയസ് ആക്കി എടുത്ത് ഞാൻ ഓർത്തു അതിനകത്ത് എന്തെങ്കിലും അനങ്ങുന്നതായിരിക്കും, ബാറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സൈഡ് ഡോർ വല്ല ആയിരിക്കും എന്ന് ഓർത്ത് ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷെ പോകെ ഇഷ്യൂസ്, കംപ്ലൈൻറ്റ്സ് കൂടുതൽ കാണിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ വരെ ഇതിൻ്റെ ഈ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പം അത് ഭയങ്കര ഒരു ഷോക്കായി പോയി. കാരണം ഇത്രയും നല്ല ഒരു കമ്പനിയുടെ ക്യാമറ വെറും 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യമേ നിങ്ങൾക്ക് ആ പഴയ ക്യാമറയുടെ എക്സാക്ട് ഇഷ്യൂ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഫസ്റ്റ് ലിങ്ക് ആയിട്ട് ഞാൻ ആ യൂട്യൂബ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ ഈ സെയിം ലിങ്ക് തന്നെയാണ് ഞാൻ GoProയ്ക്കും കൊടുത്തിരുന്നത്. കാരണം അവർക്ക് കംപ്ലൈൻറ്റ് മനസ്സിലാകാൻ വേണ്ടി നമ്മളോട് വീഡിയോ ചോദിച്ചപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിലാക്കിയിട്ട് ഞാൻ ആ ലിങ്കാണ് അവർക്ക് അയച്ചു കൊടുത്തത് മെയിലിൽ. സോ നിങ്ങൾ ആ സെയിം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് 3 ലിങ്ക് ഉണ്ട്, ഞാൻ ആ 3 ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരും. നിങ്ങളത് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും എന്തായിരുന്നു ആ ക്യാമറയുടെ എക്സാക്ട് കംപ്ലൈൻറ്റ് എന്നുള്ള കാര്യം. അപ്പം ഇതാണ് നമുക്ക് വന്ന റിട്ടേൺ ക്യാമറ. അവർ റീപ്ലേസ് ചെയ്യുന്ന ക്യാമറയാണ് ഇത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് നെതർലാൻഡിൽ നിന്ന് വന്ന സാധനമാണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ നമുക്കൊരു എക്സ്ട്രാ GoProൻ്റെ Hero 10 ബാറ്ററിയും ഇതിലവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ദിസ് പാക്കേജ് കണ്ടെയ്ൻസ് ലിഥിയം അയൺ ബാറ്ററീസ്. അപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിലാണ്, എയർ കൊറിയറാണ് ചെയ്യുന്നത്. എനിക്കിത് റിട്ടേൺ ചെയ്ത് റീപ്ലേസ് ചെയ്ത് മാക്സിമം ഒരു 6-7 വർക്കിംഗ് ഡേയ്സ് എടുത്തായിരുന്നു. നമുക്ക് ഇന്ന് രാവിലെ വന്ന കൊറിയറാണ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇതിനകത്തൊരു എനിക്ക് ക്യാമറയും കാണണം, പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററിയും കാണണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെന്താ നോക്കാം. ഓക്കെ, ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട്, GoPro Hero 10 ബാറ്ററി ഉണ്ട്. പിന്നെ GoProൻ്റെ ഡെലിവറി ചെല്ലാനാണെന്ന് തോന്നുന്നത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ നോക്കാം. നോക്കിയാൽ അറിയാം, വാറണ്ടി റീപ്ലേസ്മെൻ്റ് ആണ്. അവരൊരു നൈസ് കവറിലാണ് കൊടുത്തേക്കുന്ന സാധനം. അപ്പം ഇത്രേ ഉള്ളൂ. ഈ കവറിനകത്താണ് ഈ സാധനം വന്നത്. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ മാറ്റി വെക്കാം. സോ ഇതാണ് നമുക്കുള്ള എക്സ്ട്രാ ബാറ്ററി വന്നിട്ടുള്ളത്. ഇതാണ് GoPro Hero 10 ബാറ്ററി. ഇത് Hero 9 സ്യൂട്ട് ആവും, നിങ്ങൾക്കറിയാവും. ഇതാണ് നമുക്ക് വന്നേക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ക്യാമറ. കാഴ്ചയിൽ ഇതൊരു പുതിയ ക്യാമറയാണ്. ലൈക്ക് വേറെ സ്ക്രാച്ചസോ അല്ലെങ്കിൽ റീഫബ്രിഷ്ഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. ഇത് എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതിൽ ഏറ്റവും ആദ്യമേ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, GoPro സപ്പോർട്ടിൽ 3 ഓപ്ഷനുണ്ട്. ഒന്ന് നമുക്ക് ചാറ്റ് ഓപ്ഷനുണ്ട്, രണ്ടാമത് കോൾ ഓപ്ഷനുണ്ട്, മൂന്നാമത് ഇമെയിൽ ഓപ്ഷനുണ്ട്. അപ്പം UAEയിൽ നിന്ന് ഞാൻ ഫസ്റ്റിലെ 2 ഓപ്ഷനും, ചാറ്റ് ഓപ്ഷനും ട്രൈ ചെയ്തു, നമ്മുടെ കോളിംഗ് ഓപ്ഷനും ട്രൈ ചെയ്തു. നമുക്ക് അവർക്കൊരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കോൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടുന്ന് എനിക്ക് ശബ്ദമൊന്നും കേൾക്കാത്തതിൻ്റെ പേരിൽ ഒരു 5-10 വട്ടം ഞാൻ ട്രൈ ചെയ്തു. ഇതൊക്കെ എനിക്ക് ഫസ്റ്റിൽ വന്ന ഒരു ബാഡ് ഇംപ്രഷനാണ് സപ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ GoProൻ്റെ ഇമെയിൽ സപ്പോർട്ടിലെ മൈക്കിൾ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ കെയർ ഓഫീസറുമായിട്ടാണ് ഞാൻ സംസാരിച്ചതും മെയിലിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മൂപ്പരാണ് എൻ്റെ ഈ റീഫണ്ടും ഈ പറയുന്ന പോലെ തന്നെ റിട്ടേണും ഓർഡേഴ്സും എല്ലാം ചെയ്തതും
എല്ലാ കാര്യങ്ങളും ചെയ്തത് ആ പറയുന്ന വ്യക്തിയാണ്. അപ്പം എ ബിഗ് താങ്ക്സ് ടു മൈക്കിൾ ഫോർ ഗിവിങ് മീ ദിസ് റിട്ടേൺ ഇൻ എ സ്വിഫ്റ്റ് മാനർ. ഇന്ത്യയിലാണെങ്കിലും UAE-യിലാണെങ്കിലും അവരുടെ വർക്കിംഗ് അവേഴ്സും നമ്മുടെ വർക്കിംഗ് അവേഴ്സും ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിലും ഈ പറയുന്ന പോലെ തന്നെ സപ്പോർട്ടിലൊക്കെ നമ്മൾ മെയിൽ അയച്ചാലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മളെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിന് റെസ്പോൺസ് കിട്ടത്തുള്ളൂ. അപ്പം മെയിലിൽ ഞാൻ അയച്ചു. അപ്പം അവർ എൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. ആ സെയിം വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചു. വീഡിയോ കണ്ടതിന് ശേഷം അവർ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തു. റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തപ്പം നമുക്കൊരു മെയിൽ വരും. അതായത് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുത്തു വിട്ടത് ഇതും എൻ്റെ പഴയ ക്യാമറയും ഈ ബാറ്ററി ഡോറും മാത്രമാണ് ഞാൻ കൊടുത്തു വിട്ടേക്കുന്നത്. അത് ഞാൻ ചെറിയൊരു കവറിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയൊരു പൗച്ചിൽ ഞാൻ ആ കൊടുത്ത പൗച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ ഇതിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ചെറിയ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ റിട്ടേൺ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കായിട്ടൊരു ഓട്ടോ മെയിൽ വരും. ആ ഓട്ടോ മെയിലിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ടാവും. അതിലൊരു RMA ഓർഡർ നമ്പർ ഉണ്ടാവും. പിന്നെ രണ്ടാമതായിട്ട് ഒരു ഇൻവോയ്സ് ഉണ്ടാവും. 3 കോപ്പി വീതം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ 3 പ്രിൻ്റ് മാത്രം എടുത്തു. ഇൻവോയ്സിൻ്റെ 3 പ്രിൻ്റ് എടുത്തു, RMA കോപ്പീൻ്റെ 3 പ്രിൻ്റ് എടുത്തു. ക്യാമറ നല്ലപോലെ കോമ്പാക്റ്റ് ആയിട്ട് ചെറിയ കവറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ട് UPS ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി. സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ട്രാക്കിംഗ് നമ്പർ തരും. ആ ട്രാക്കിംഗ് നമ്പറിനകത്ത് എല്ലാ ഇൻഫർമേഷനും നമുക്കുണ്ടാവും. ഇവിടുന്ന് ഞാൻ സാധനം പോയി 3ാമത്തെ ദിവസം അവിടെ എത്തി. അവിടുന്ന് GoPro അവർക്ക് റിസീവ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം അവർ എൻ്റെ ഈ സാധനം പാക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു. എനിക്കിവിടെ 3ാം പക്കം സാധനം കിട്ടി. അപ്പോൾ സെയിം പ്രോസസ്സ് ഫ്ലിപ്കാർട്ട് വഴിയോ ആമസോൺ വഴിയോ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 15 ദിവസം 20 ദിവസം നമുക്ക് എടുക്കുമെന്നുണ്ടെങ്കിൽ GoPro വാറണ്ടി ഉള്ള ക്യാമറയാണെങ്കിൽ നിങ്ങൾ GoProയുടെ വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഈ ക്യാമറയ്ക്കകത്ത് കാണുന്ന സീരിയൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ GoProയിൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ആവും. അതുവഴിയാണ് നിങ്ങൾ ഈ പറയുന്ന ബാക്കി ഇമെയിൽ ഓപ്ഷൻസും ചാറ്റ് ഓപ്ഷൻസും യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇൻ കേസ് നിങ്ങളുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കംപ്ലയിൻസോ ഉണ്ടെങ്കിൽ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെയാണ് എനിക്കിത് വെറും 6 ദിവസം കൊണ്ട് എനിക്ക് സാധനം മാറ്റിയെടുക്കാൻ പറ്റിയത്. എന്തായാലും പുതിയ ക്യാമറ ഞാൻ ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. പുതിയ ബാറ്ററി അല്ലാതെ ഇത് പഴയ ബാറ്ററിയാണ് എൻ്റെ. അപ്പം ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് പുതിയ മേടിച്ച ആൾക്കാർക്കാണെങ്കിൽ GoProയുടെ ബാറ്ററി ഈ GoProയുടെ ഈ സിമ്പിളും ഇതും ഒരുപോലെ വരണം. അപ്പോഴാണ് ഇതിൻ്റെ ബാറ്ററി ഫിറ്റ് ആവത്തുള്ളൂ. ഇപ്പം ബാറ്ററി ഫിറ്റായി. ഇത് ഓണാക്കാൻ പോവാണ്. ക്യാമറ ഓണായി. GoPro ഫസ്റ്റായിട്ട് ഓണാകുമ്പം ഒരു ഇനീഷ്യൽ സെറ്റിങ്സ് ഉണ്ട്. നമ്മളവിടെ ഇംഗ്ലീഷ് കൊടുത്തു. ഇവിടെ ഒരു ലീഗൽ നമ്മുടെ സാധാരണ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് എഗ്രി ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ GPS ലൊക്കേഷൻ നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ജിയോ ടാഗിങ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കാം, വേണ്ടെങ്കിൽ ഇത് ഓഫാക്കാൻ പറ്റും. ഇത് ഞാനിപ്പം തൽക്കാലത്തേക്ക് ഓണാക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഫോണിൽ ക്വിക്ക് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഈ ആപ്പ് ഫ്രീ ആണെങ്കിലും ഈ ആപ്പിനകത്ത് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സബ്സ്ക്രൈബ് ചെയ്ത് വാങ്ങണം. ഇതിൻ്റെ GoPro സബ്സ്ക്രിപ്ഷൻ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് മറുപടി തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ബൈ.